ഹായ് ഹലോ ഫ്രണ്ട്സ്, ശിവന ഗ്രീ ടിപ്സിൻ്റെ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് തുടർച്ചയായി വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് തുടർച്ചയായി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാക്കിൽ ചേന കൃഷി ചെയ്യുന്ന രീതിയാണ്. അതായത് നമ്മൾ ഇതുപോലത്തെ ചാക്കിൽ ഇതുപോലെ ഒരു 3 ഹോൾ ഇടുക. ഇങ്ങനെ പത്രക്കോല എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തിയാൽ ഇങ്ങനെ 3 ഹോൾ. എന്നിട്ട് നമ്മൾ ചാക്ക് ഇങ്ങനെ ഞെറിഞ്ഞ് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തിട്ട് ഇങ്ങനെ ചാക്ക് നേരെ തിരിച്ച് പിടിക്കും. ഇതിലേക്ക് പച്ച ഇലയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചപ്പോ നടക്കുക ഒരു ഭാഗം. എന്നിട്ട് പോട്ടി മിക്സർ ലെയറായിട്ട് ഇടുക. അപ്പോൾ ചാക്ക് ഇതുപോലെ റെഡി ആയി കഴിഞ്ഞാൽ അയില കരിയിലൊക്കെ പറ്റും. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചത് മേൽമണ്ണ്, ചകിരിച്ചോറ്, പിന്നെ ചാണകപ്പൊടി. ഇത് 1:1:1 അതിൽ കൂട്ടിയിട്ട് ഉള്ള പോട്ടി മിക്സറാണ്. ഇതിലേക്ക് ഇത് മേളിലേക്ക് ഇട്ടു. നല്ലോണം പ്രസ് ചെയ്തു. വീണ്ടും ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. ചാക്കിങ്ങനെ മടക്കി വെക്കുക. ഇത് തയ്യാറാക്കി വെച്ച ചേന ഇങ്ങനെ മുള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചേനത്തിൻ്റെ മേളിലേക്ക് നട്ടു സെൻട്രലായിട്ട്. ഇത് വീണ്ടും മണ്ണ് പോട്ടി മിക്സർ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ ചുമക്കൊന്നയാണ് ഏറ്റവും നല്ലത്. കൊടുക്കും. നിങ്ങൾ ചാക്കിൽ ചേന കൃഷി ചെയ്യുന്ന രീതി. ഇനി ഞങ്ങൾ മാർച്ച് മാസത്തിൽ ചെയ്ത ചേന കൃഷിയാണിത്. ചാക്കിൽ ചേന ചെയ്തതാണ്.
ഇതിപ്പോൾ നമുക്ക് ഓണാകുമ്പോൾ കളക്കാം. ഇതാണ് ചേലക്കൃഷി. ഇത് മുഴുവൻ അങ്ങനെ ചാക്കി ചെയ്യണം. 100% വിജയമാണ്. ഇത് വെള്ളം നന കുറച്ച് മതി. പിന്നെ നമ്മളിതിൽ ജൈവ രീതിയിലാണ് അത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും പുളിപ്പിച്ചിട്ട് അത് കട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോണ പച്ചില വളങ്ങൾ, അതായത് ചുമക്കുന്ന വിലക്കാണ് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ഒരു മാസം 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കലക്കി വയ്ക്കുക. ഓരോ മാസത്തിൽ 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഈ ക്ലറി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷ് വളം ചെയ്യരുത്. കാരണം ഇംഗ്ലീഷ് വളം ചെയ്ത് കഴിഞ്ഞാൽ ചാക്ക് പെട്ടെന്ന് ദ്രവിച്ച് പൊടിഞ്ഞു പോകും. അതിനാണ് ജൈവ രീതിയിലുള്ളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.